തൃശൂർ ജില്ലയിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ 3:56 ജില്ലയുടെ വടക്കൻ മേഖലയിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. ഇന്നലെയും ഇതേ മേഖലയിൽ തന്നെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടിരുന്നത്. MS ലിഷോയ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ലിഷോയ്, ഇതിപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനമാണ് ഭൂചലനം അനുഭവപ്പെടുന്നത്. എപ്പോഴാണ് ഈ പ്രകമ്പനം ഉണ്ടായത്? വലിയ ശബ്ദമുണ്ടായിരുന്നോ? ഇന്നലത്തത് പോലെ തന്നെ സമാനമായ ഒരു അവസ്ഥയായിരുന്നോ? ഇന്നലത്തേതിനേക്കാൾ കുറച്ചുകൂടി വലിയ തോതിലുള്ള ഭൂചലനമാണ് ഉണ്ടായതെന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇന്നലെ ഏകദേശം റിക്ടർ സ്കെയിലിൽ 3 തീവ്രത അനുഭവപ്പെടുന്ന രീതിക്കുള്ള ഭൂചലനമാണ് അനുഭവപ്പെട്ടിരുന്നത്. 3 സെക്കൻഡോളം മാത്രമാണ്, 2-3 സെക്കൻഡ് മാത്രമാണ് ഇത് അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നിപ്പോൾ അതിനേക്കാൾ വലിയ തോതിലുള്ള ശബ്ദം അതുപോലെ തന്നെ തീവ്രതയും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് അവിടുത്തുകാർ പറയുന്നത്. കുന്നംകുളം മേഖലയിലും കേച്ചേരി ഭാഗത്തുമെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഭൂചലനം ഈ ചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. മറ്റ് പലയിടങ്ങളിലും അനുഭവപ്പെട്ടു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിന്റെ കൃത്യമായൊരു എവിടേക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി സമയം കഴിയും അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ ലഭിക്കാൻ. പക്ഷെ എന്തായാലും ഇന്നലെയും ഇന്ന് പുലർച്ചെ 3:55-56 ആ സമയത്തിന് ഇടയിലാണ്, കൃത്യമായ സമയം അതിന്റെ ഒരു ഔദ്യോഗിക രേഖ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഒരു സമയത്താണ് ഭൂചലനം അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഈ മേഖലയിലും അതിനോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയുടെ പല മേഖലകളിലും തൃശൂർ ജില്ലയുടെ വടക്കൻ മേഖലകളിലുമെല്ലാം തന്നെ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ആളുകൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയും വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയും ജില്ലാ ഭരണകൂടം ഒരു പ്രത്യേക സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഇത് ശേഖരിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ കുന്നംകുളം മേഖലയിൽ ഭൂചലനം ഉണ്ടാകുന്നത്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകുന്നത്. ലിഷോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായ രണ്ടാം ദിനമാണ് ഭൂചലനം ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഭൂചലനം അനുഭവപ്പെട്ട സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരിഭ്രാന്തരായപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, തുടർചലനങ്ങളോ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സാഹചര്യമൊന്നുമില്ല എന്നുള്ള തരത്തിൽ വിദഗ്ധരുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ കൂടുതൽ നിരീക്ഷണത്തിലേക്കും കൂടുതൽ എന്താണ് സംഭവിച്ചതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങളിലേക്കും പ്രകൃതിയെപ്പറ്റിയൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു.